ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റിൽ ഇത്തവണ ടാസ്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അർജുനാണ് ഇൻവിസിബിളായിട്ട് നടക്കുക. ഒരു ടാസ്ക് കിട്ടിയാൽ അർജുൻ അതിൽ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാനും അത് ഫണ്ണാക്കാനും ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ടാസ്കും മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് അർജുൻ. ശരിക്കും ഇത് വീട്ടിലുള്ളവർക്കും കൂടെയുള്ള ടാസ്ക്കാണ്. അവരും അർജുൻ അവിടെ ഉള്ളതായിട്ട് കണക്കാക്കാൻ പാടില്ല. കിട്ടുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നു, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ടാസ്ക് പരമാവധി ഉപയോഗിക്കാൻ അർജുൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഫാമിലി വീക്ക് ഇത്ര നേരത്തെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും കണ്ടസ്റ്റൻസ് ബാക്കിയില്ലേ? ഇനിയും ഒരു മാസം കിടക്കുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ഒരു പക, വെറുപ്പ്, ദേഷ്യമൊക്കെ അവരുടെ എക്സ്ട്രീം ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ ടാസ്കിൽ തന്നെ ഈ റസ്മിൻ്റെയൊക്കെ ഒരു ആക്ട് അതിനൊരു എക്സാമ്പിളാണ്. ഇനിയും ഇതേ മെൻറ്റാലിറ്റിയിൽ തന്നെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഈ ടിക്കറ്റ് ഫിനാലെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള ടാസ്കുകൾ കൊടുത്താൽ തമ്മിത്തല്ലി ചാവത്തേ ഉള്ളൂ. ഒന്നാമതേ ഈ സീസൺ തുടങ്ങിയ സമയം തൊട്ട് കേസും പുകിലുമൊക്കെയാണ്. ഒന്ന് ഒച്ചയിട്ടാൽ തന്നെ അവിടെ ലിവിങ് റൂമിൽ വിളിച്ചിരുത്തും ബിഗ് ബോസ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇത്ര നേരത്തെ ഈ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് ഇവർക്കിടയിലുള്ള ഈ ഒരു ശത്രുതയും വിദ്വേഷവും ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ടാസ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി കൂടെ ഉള്ള സമയത്താണ് എനിക്കിവരെ ഈ മേൽനോട്ടത്തിന് നിർത്തിയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. പേടിച്ചിട്ട് ബിഗ് ബോസ് തമ്മിൽ തല്ലി ചാവാതിരിക്കുക. ഇപ്പം ഇന്നലെ ഋഷീൻ്റെ അൻസിബേൻ്റെ അമ്മ വന്നതിന് ശേഷം അൻസിബയ്ക്കും ഋഷിക്കും ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ, അപ്സരേൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണ മാറി. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഈ മനുഷ്യരല്ലേ, എന്തിനാണ് ഈ വെറുപ്പും ദേഷ്യവും? ഇതൊക്കെ ഒരു ഷോയാണ്. ഇത് കഴിഞ്ഞ് പുറത്തും ലൈഫുണ്ട്. ഇവരിതിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുന്നത് കാണുമ്പം നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഗെയിം സ്പിരിറ്റ് വേണം, ഗെയിം നന്നായിട്ട് കളിക്കണം. പക്ഷെ അത് കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിക്കണം. അല്ലാതെ ആ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൊണ്ട് നടന്ന് ഇവർ ആദ്യത്തെ ആഴ്ചയിൽ നടന്ന സംഭവം വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടന്ന് അത് വളർന്ന് ഭയങ്കര വിദ്വേഷമൊക്കെ ആയി അതിനൊരു എക്സ്ട്രീം ലെവലായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ ഫാമിലി വീക്ക് ഈ സമയത്ത് നടന്നത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറി അവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇനിയിപ്പോൾ അവർ പോയി കഴിയുമ്പോൾ കാണാം അത് കഴിഞ്ഞിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളത്.